എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വെയിറ്റിംഗ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് vhscap.kerala.gov.in എന്ന ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് വെയിറ്റിംഗ് ലിസ്റ്റ് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഓരോ സ്കൂളിലും നിലവിലുള്ള ഒഴിവുകളുടെ എണ്ണവും അതുപോലെ തന്നെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളുടെ ലിസ്റ്റും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വെയിറ്റിംഗ് ലിസ്റ്റ് അഡ്മിഷൻ നടപടികൾ 30-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് അവസാനിക്കുന്നതാണ് എന്നുള്ളത് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നിങ്ങൾക്ക് ഓൾറെഡി ഈ ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് അഡ്മിഷൻ അപ്ലൈ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു vhscap.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ ഏത് സ്കൂളിലേക്കാണ് അപേക്ഷ സമർപ്പിച്ചത് എന്നുള്ളത് സംബന്ധിച്ച് നിങ്ങൾ ആദ്യം തന്നെ വേക്കൻസി ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ഏത് ജില്ലയിലേക്കായിരുന്നു അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ജില്ലകൾ സെലക്ട് ചെയ്ത് ഈ ഒരു ഓരോ രീതിയിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക. അതായത് നിങ്ങളിപ്പോൾ 2 ജില്ലകളിലേക്ക് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ആദ്യം ഒരു ജില്ല ചെക്ക് ചെയ്ത് പിന്നീട് അടുത്ത ജില്ല ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഓരോ ജില്ലയിലും നിങ്ങൾ ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്ന സ്കൂളുകളിൽ ഓരോ കോഴ്സിലും എത്ര വീതം വേക്കൻസിയാണ് ഉള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. അവിടെ എത്ര വേക്കൻസിയാണ് ആ ഒരു കോഴ്സിൽ ഉള്ളത് എന്നുള്ളത്. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് അതായത് VHSS വിതുര ആ ഒരു സ്കൂളിലേക്കാണ് ഞാൻ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ 0 വേക്കൻസി ആയിരുന്നാലും ജസ്റ്റ് എനിക്ക് അവിടെ വിളിച്ച് ചോദിക്കുക അവിടെ എനിക്ക് അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ VHSS വക്കം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു സ്ഥലത്തിൽ ആ ഒരു സ്കൂളിലേക്കാണ് ഞാൻ അപ്ലൈ ചെയ്തത്. അവിടെ 4 സീറ്റാണ് ഈ ഒരു ഫ്ലോറികൾച്ചറിസ്റ്റ് ആ ഒരു കോഴ്സിലുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, നേരെ പോയിട്ട് ഈ ഒരു പേപ്പറിൽ കറക്റ്റായിട്ട് അത് എഴുതി വെക്കുന്നു. അതിനുശേഷം അടുത്തൊരു സ്കൂളിൽ ഞാൻ ഓപ്ഷൻ വെച്ചത് അതായത് GVHS ബോയ്സ് ആറ്റിങ്ങൽ ആണ് നോക്കുക. അപ്പോൾ അവിടെ 0 വേക്കൻസിയാണ്, അതും ഒരു പേപ്പറിൽ എഴുതി വെക്കുക. അതുപോലെ തന്നെ അടുത്തതായിട്ടുള്ളത് ഗവൺമെൻറ് VHSS വലിയതുറ. അപ്പോൾ അവിടെ ഫിഷ് ആൻഡ് സീ ഫുഡ് പ്രോസസ്സിംഗ് ടെക്നീഷ്യൻ എന്നുള്ള കോഴ്സിലേക്ക് അപ്ലൈ ചെയ്ത് അവിടെ 15 സീറ്റ് ഉണ്ട് എന്ന് കരുതുക. 15 സീറ്റ് ഉണ്ട്. അപ്പോൾ അതും ഒരു പേപ്പറിൽ കറക്റ്റായിട്ട് ഏതൊക്കെ സ്കൂളുകളിൽ വേക്കൻസി ഉണ്ട് അതുപോലെ എത്ര വേക്കൻസി ആണുള്ളത് എന്നുള്ളത് ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. അതുപോലെ 0 വേക്കൻസി ആണെങ്കിൽ ആ ഒരു 0 വേക്കൻസിയും ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. ഇനി വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വെയിറ്റിംഗ് ലിസ്റ്റ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് വെയിറ്റിംഗ് ലിസ്റ്റ് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏത് സ്കൂളുകളിലേക്കാണ് നിങ്ങൾ ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വിതുരയിലെ ആ സ്കൂൾ ഓപ്ഷൻ വെച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു രീതിയിൽ ആ ഒരു സ്കൂൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഫ്ലോറികൾച്ചർ എന്നുള്ള ആ ഒരു കോഴ്സിന് ഓപ്ഷൻ വെച്ചു. അപ്പോൾ ഗെറ്റ് ഡാറ്റ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്, അതായത് ഇവിടെ ആ ഒരു അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് മനസ്സിലാക്കാം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് എത്രയാണ് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ റാങ്ക് 1 റാങ്ക് 2 എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ഈ ഒരു കോഴ്സിലേക്ക് അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളുടെ ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു സ്കൂളിൽ വിളിച്ച് ചോദിക്കുക. അതുപോലെ അവിടെ എത്ര വേക്കൻസി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് അവിടെ 4 വേക്കൻസി അല്ലെങ്കിൽ 0 വേക്കൻസി ആയിക്കോട്ടെ, നിങ്ങൾ അവിടെ ആ ഒരു സ്കൂളിൽ വിളിച്ച് ചോദിക്കുക. കാരണം ഈ ഒരു ഹയർ സെക്കൻഡറി സെക്കൻഡ് സപ്ലിമെൻ്ററി വഴി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അങ്ങോട്ടേക്ക് മാറാനുള്ള, അതായത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്ക് പകരം ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ എടുക്കും, അങ്ങനെയാണ് സാധ്യതയുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേക്കൻസി ഇല്ലാത്ത സ്കൂളിലേക്ക് കൂടി ഓപ്ഷൻ വരും. അപ്പോൾ അത് ഓപ്ഷനല്ല വേക്കൻസി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യതയും കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു സ്കൂളിൽ വിളിച്ച് ചോദിക്കുക. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ GVHS ബോയ്സ് ആറ്റിങ്ങൽ സ്കൂളിൽ ഞാനിപ്പോൾ ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാനിപ്പോൾ അതായത് ഗാർഡനർ എന്നുള്ള ആ ഒരു കോഴ്സാണ് അപ്ലൈ ചെയ്തതെന്ന് കരുതുക. അതിനുശേഷം ഗെറ്റ് ഡാറ്റ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്, അതായത് ഏതൊക്കെ വിദ്യാർത്ഥികളാണ് ഇതിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇത്രയും വിദ്യാർത്ഥികളാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇവിടെ 4 വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങളുടെ ആ WGPA അനുസരിച്ചുകൊണ്ട് ഇവിടെ 1, 2, 3, 4 ഈ രീതിയിൽ അവരുടെ റാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തത് കാണാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ആ ഒരു നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു സ്കൂളിൽ ആ ഒരു കോഴ്സിൽ എത്ര വേക്കൻസിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വേക്കൻസി അനുസരിച്ച് നിങ്ങൾ കറക്റ്റായിട്ട് അതായത് ആ ഒരു വേക്കൻസിയും അതുപോലെ തന്നെ നിങ്ങളുടെ റാങ്കും എത്രയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഈ ഒരു കോഴ്സിലേക്കാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന് കരുതുക. അപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്ക് ഇപ്പോൾ അതായത് ആ ഒരു സ്കൂളിലുള്ള വേക്കൻസി 4 ആണെന്ന് കരുതുക. എൻ്റെ വേക്കൻസി അതായത് എൻ്റെ റാങ്ക് എന്ന് പറയുന്നത്
4 വേക്കൻസി ഉണ്ട് ആ ഒരു സ്കൂളിൽ, ആ ഒരു കോഴ്സിൽ. അപ്പോൾ എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 1 കരുതുക. അപ്പോൾ ഉറപ്പായിട്ടും അഡ്മിഷൻ കിട്ടും. അവിടെ ജസ്റ്റ് വിളിച്ച് ചോദിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു റാങ്ക് 5 കരുതുക. അപ്പോൾ 5 നിങ്ങൾക്ക് ഇതേ രീതിയിൽ ആ ഒരു സ്കൂളിൽ വിളിച്ച് ചോദിക്കുക നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നുണ്ടോ എന്നുള്ളത്. അഡ്മിഷൻ എടുക്കുന്നുണ്ടോ എന്നല്ല, നിങ്ങൾ ജസ്റ്റ് ഈ ഒരു അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് അപ്പോൾ നിങ്ങളോട് സ്കൂളിൽ നിന്ന് വരാനായിട്ട് പറയും. അപ്പോൾ നിങ്ങൾക്ക് പോയിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. നിലവിൽ ഹയർ സെക്കൻഡറിയിൽ ഈ ഒരു സെക്കൻഡ് സപ്ലിമെൻ്ററി കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഹയർ സെക്കൻഡറിയിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ വിദ്യാർത്ഥികൾക്ക് ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് ഓൾറെഡി നിങ്ങൾ ഈ ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് അഡ്മിഷനായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ റാങ്ക് നിങ്ങൾ കറക്റ്റായിട്ട് പരിശോധിക്കുകയും പരിശോധിച്ച ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു സ്കൂളിൽ എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ളത് നോക്കാതെ തന്നെ ആ ഒരു സ്കൂളിൽ വിളിച്ച് നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടുമോ എന്നുള്ള കാര്യം കറക്റ്റായിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് അവിടെ അഡ്മിഷൻ എടുക്കാൻ വരാനായിട്ട് പറയും. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ അവിടെ ഏഴ് വിദ്യാർത്ഥികളാണ് അപ്ലൈ ചെയ്തതെന്ന് കാണാം. അതുപോലെ ആ ഒരു കോഴ്സിൽ ആകെ ഒരു 3 സീറ്റ് മാത്രമേ ബാക്കിയുള്ളൂ എങ്കിൽ കൂടിയും പല വിദ്യാർത്ഥികളും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കിട്ടുക വഴി അങ്ങോട്ടേക്ക് മാറുകയും അതുപോലെ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട പല വിദ്യാർത്ഥികളും ചിലപ്പോൾ ഈ ഒരു സ്കൂളിൽ അഡ്മിഷൻ പോവാതിരിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ആദ്യം തന്നെ സീറ്റ് വേക്കൻസി നോക്കാതെ തന്നെ നിങ്ങളുടെ റാങ്ക് എത്രയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള സ്കൂൾ ഏതാണോ അവിടെ നിങ്ങൾ വിളിച്ച് അവിടെ അഡ്മിഷൻ കിട്ടുമോ, നിങ്ങളുടെ റാങ്ക് ഇത്രയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് നിങ്ങളുടെ ഡോക്യുമെൻസും അതുപോലെ ഫീസും ഒക്കെ എടുത്തിട്ട് വരാനായിട്ട് പറയും. അപ്പോൾ നിങ്ങൾക്ക് പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.